ഹലോ, വിത്ത് യുവർ ഹാൻഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു ഹാൻഡ് എംബ്രോയിഡറിയുടെ സ്റ്റിച്ചസ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ഒരു 3 പാർട്ടായിട്ട് ഒരു 10-14 സ്റ്റിച്ചോളം നമ്മൾ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞിട്ടാണ് അത് കിടക്കുന്നത്. ഇതിപ്പോൾ പാർട്ട് 4 ആണ്. അപ്പോൾ 4ാമത്തെ ട്യൂട്ടോറിയൽ സ്റ്റിച്ചസിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിൽ നമ്മളൊരു 4 സ്റ്റിച്ചസാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്രോസ് സ്റ്റിച്ചാണ്. ക്രോസ് സ്റ്റിച്ച് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 6 സ്പാൻസാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വർക്കുകൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലോത്തൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എത്ര നൂല് വേണമെന്ന് തീരുമാനിക്കാനായിട്ട്. ചെയ്തെടുക്കാനായിട്ട് നമ്മൾ 2 ലൈൻ ഇട്ടിട്ടുണ്ട് ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് ഈ മുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ക്രോസ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഡയഗണലായിട്ട് 2 ലൈനാണല്ലോ വരേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഡയഗണലായിട്ട് വരാവുന്ന പോലെ എവിടെ വരും, എവിടെ വരുമോ അവിടെ നമ്മൾ ഇങ്ങനെ കുത്തി താഴേക്ക് ഇറക്കുക. എന്നിട്ട് ഇനി അടുത്ത ലൈൻ നമുക്ക് വരേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ കുത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ താഴെ ഇവിടെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക മുകളിലേക്ക്. എന്നിട്ട് ഈ ക്രോസ് എങ്ങനെയാണ് വരേണ്ടതെന്ന് വെച്ചാൽ, അതായത് ഈ കുത്തിയതിൻ്റെ നേരെ മുകളിലത്തെ ലൈനിൽ കുത്തിത്താത്തുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ക്രോസ് കിട്ടും. നമുക്ക് അകത്തിയാണ് വേണ്ടെങ്കിൽ, ക്രോസുകൾ അടുപ്പിച്ചല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ട അടുത്ത് വീണ്ടും കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് താഴത്തെ ലൈനിൽ ഇങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് ഇനി മുകളിലേക്ക് കുത്തുന്നത് ഈ കുത്തി വന്നേക്കുന്നതിൻ്റെ നേരെ ആയിരിക്കണം താഴെ കുത്താനായിട്ട്. ഇതാ ഇങ്ങനെ കുത്തിയിട്ട് തിരിച്ച് നമുക്ക് മുകളിലേക്ക് പോകണം. ഇതിന് നേരെ മുകളിൽ, ഇതിന് നേരെ ആയിരിക്കണം ഇവിടെ. ഇനി നമുക്ക് ഇതിനെ അടുപ്പിച്ചടുപ്പിച്ചാണ് വരണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഇനി അടുത്തത് പോകേണ്ടത് ഇങ്ങനെ ഒരു ക്രോസ് ആണല്ലോ. അപ്പം നമ്മളിതിൻ്റെ താഴത്തെ ഈ ലൈൻ്റെ ഈ കുത്തി അതേ പോയിൻറ്റിൽ തന്നെ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇവിടേക്ക് കുത്തുക. ഇനി നമുക്ക് ഇങ്ങനെയാണ് ലൈൻ വരേണ്ടത്. അപ്പോൾ ഇവിടെ കുത്തി മുകളിലേക്ക് എടുക്കുക. ആ സെയിം പോയിൻറ്റിൽ തന്നെ കുത്തുക. എന്നിട്ട് ഇതിന് നേരെ താഴെ ഇവിടെ കുത്തുക. ഇവിടെ നമ്മൾ മുകളിൽ ഇങ്ങോട്ടാണ് താത്തിയെങ്കിൽ പിന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നായിരിക്കണം. അല്ലെങ്കിൽ അടിയിലത്തെ നൂലാകെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് നൂല് നമുക്ക് വേസ്റ്റായി പോവും. അപ്പോൾ എപ്പോഴും ഇവിടെ ഇപ്പോൾ താഴേക്ക് താത്തി, ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരിക്കണം ലൈൻ കൊടുക്കാനായിട്ട്. എടുത്തു. അപ്പം ഇങ്ങനെയായിരിക്കും നമ്മൾ ക്രോസുകൾ അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. ഇനി വേറൊരു മെത്തേഡും കൂടെ ഉണ്ട് നമുക്ക് ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഒരു സൈഡ് ആദ്യം ചെയ്ത് പോയിട്ട് മറ്റേ ഡയറക്ഷനിലേക്ക് രണ്ടാമത് ചെയ്യുന്നത്. അതും കൂടെ ഒന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ ഇവിടുന്ന് താഴെ നിന്ന് ഇതുപോലെ മുകളിലത്തെ ലൈനിലൊന്ന് കുത്തി മുകളിലേക്ക് എടുത്തു. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഡയഗണലായിട്ട് വരാവുന്ന പോലെ, ഇങ്ങനെ വരാവുന്ന പോലെ ഇവിടെ കുത്തി താഴേക്ക് എടുത്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഡയറക്ഷനിലുള്ള എല്ലാ ലൈനുകളും നമുക്ക് എവിടെ വരെ വേണോ അതാണ് ആദ്യം തയ്ക്കുന്നത്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഇതിന് നേരെ മുകളിൽ ഇവിടെയാണ് കുത്തേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണല്ലോ ലൈൻ വരേണ്ടത്. അപ്പോൾ ഈ നമ്മൾ താഴേക്ക് താത്തിയ ലൈനിൻ്റെ നേരെ മുകളിലത്തെ ലൈനിൽ കുത്തുക. ഇങ്ങനെ കുത്തി ഇവിടുത്തെ ഗ്യാപ്പ് എത്രയാണ് ആവശ്യം അത് നോക്കിയിട്ട് താഴേക്ക് താത്തി വീണ്ടും ഇതിന് നേരെ ഇവിടെ കുത്തി മുകളിലേക്ക് എടുത്തു, താഴേക്ക് ലൈൻ കൊടുത്തു. ഇങ്ങനെ നമുക്ക് എത്ര നീളം വേണോ അത്രയും ദൂരം ഇത് മുഴുവൻ ചെയ്തെടുക്കുക. ഇത് കുത്തുമ്പം ഈ ഗ്യാപ്പുകളെല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കണം, എന്നാലേ ആ ക്രോസ് ഭംഗിയായിട്ട് വരുള്ളൂ. അപ്പം നമ്മൾ ഈ ലൈനുകളെല്ലാം തയ്ച്ചു. ഇനി നമുക്ക് തിരിച്ച് ഇങ്ങോട്ടുള്ള ലൈനുകളാണ് വരേണ്ടത്. അപ്പോൾ ഇതിന് മുകളിൽ നേരെ മുകളിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. ഇതിങ്ങനെ കുത്തി മുകളിലേക്ക് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെയല്ലേ വരേണ്ടത്. അപ്പോൾ തൊട്ട് മുമ്പത്തെ ഇതിൻ്റെ താഴേക്ക് ഇതുപോലെ കുത്തി ഇറക്കുക. വീണ്ടും ഇതിൻ്റെ മുകളിൽ നിന്ന് ഇവിടുന്ന് അടുത്ത ക്രോസ് വരണമല്ലോ, ഇവിടെ കുത്തി ഇങ്ങോട്ട് കുത്തി. അപ്പോൾ നമ്മളിവിടെ ഇങ്ങേറ്റം വരെ എത്തി.
അവസാനം എത്തുമ്പം ഇതിന് നേരെ താഴെ ഇങ്ങോട്ട് കുത്തുക. ഇതൊന്നും കൂടി എളുപ്പത്തിലുള്ളൊരു വഴിയാണ് ക്രോസ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമുക്ക് കൂടുതൽ ഒരുപാടൊക്കെ നീളത്തിലൊക്കെ ചെയ്തെടുക്കേണ്ടി വരുമ്പം ഈ രീതിയിലും ചെയ്തെടുക്കാം. അടുത്ത നമ്മൾ തയ്ക്കാൻ പോകുന്നൊരു ഷെവറോൺ സ്റ്റിച്ചാണ്. ഷെവറോൺ സ്റ്റിച്ച് എന്ന് പറയുമ്പം ഒരു സിക്സാഗ് ഡിസൈനാണ് വരുന്നത്. ഇവിടെ നിന്ന് ഈ 2 ലൈനുകളുടെ ഇടയിൽ ഇങ്ങനെ സിക്സാഗുകൾ പോകും. ആ സിക്സാഗിൻ്റെ ഓരോ അറ്റത്തും ഇങ്ങനെ ഒരു ചെറിയ 2 ലൈനും വരും തയ്ച്ച് വരുമ്പം. ബോർഡർ സ്റ്റിച്ചായിട്ടൊക്കെ ഉപയോഗിക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഫില്ലിങ്ങിന്, അത് ഗ്യാപ്പുള്ള ഫില്ലിങ്ങിന് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തിട്ട്. ബോർഡർ സ്റ്റിച്ചായിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. എങ്ങനെ ചെയ്യാം നോക്കാം. ഇവിടെ താഴത്തെ ലൈനിൽ ഇതുപോലെ കുത്തി മുകളിലേക്ക് എടുക്കുക. എന്നിട്ട് നമ്മുടെ സ്റ്റിച്ചിന് ഇത്രയും ലെങ്ത് ആണെങ്കിൽ, ഇവിടെ വരേണ്ട സ്റ്റിച്ചിന് ഇത്രയും ലെങ്ത്ത് വേണമെങ്കിൽ അവിടുന്ന് അതിൻ്റെ പകുതി വരെ ഇതുപോലെ കുത്തിയെടുക്കുക. സ്റ്റിച്ചിൻ്റെ പകുതി ലെങ്ത്തിൽ ബാക്കിലേക്ക് ഇതുപോലെ കുത്തിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ വന്നു. അതായത് നമുക്കിത് വരേണ്ടത് ഈ ലൈനിൻ്റെ നടുക്കുന്നാണ് നമുക്ക് ഈ സിക്സാഗ് ലൈൻ, ഡയഗണൽ ലൈൻ പോകേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഈ സ്റ്റിച്ചിൻ്റെ പകുതിയിലേക്ക് കുത്തിയെടുത്തു. നമുക്കിനി ഇതിങ്ങനെ പോകണം. അത് പോകാനായിട്ട് നമ്മളിത് എവിടെയാണ് ചെന്ന് അവസാനിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നും ബാക്കിലേക്ക് ഈ പകുതി ലെങ്ത്തിൽ, നമ്മൾ ഇവിടെ ഇതിൻ്റെ കൊടുത്തില്ലേ പകുതി ലെങ്ത്ത്, ആ പകുതി ലെങ്ത്തിലുള്ളൊരു സ്റ്റിച്ച് ഇതുപോലെ ചെയ്യുക. ഇങ്ങനെ വന്നു. ഇനി നമുക്കിത് ഇവിടെ ഒരു സ്റ്റിച്ച് വരണം. ഇവിടെ എത്രയാണോ കൊടുത്ത് അത്ര തന്നെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കുത്തിയിടുക. ഇതുപോലെ വരും. ഇനി നമുക്ക് അടുത്തത് വീണ്ടും താഴേക്ക് വരണമല്ലോ. താഴെ വരുമ്പോഴും ഈ ലൈൻ വരുന്ന ആ ഡയഗണൽ ഇത് നോക്കിയിട്ട് ഇവിടെ കുത്തിയിട്ട് അവിടുന്ന് ബാക്കിലേക്കാണ് ചെറിയൊരു വീതിയിൽ ഇതുപോലെ കുത്തിയെടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്നും ഈ സെയിം പോയിൻറ്റിലേക്ക് കുത്തിയെടുക്കുക. ഇങ്ങനെയാണ് ഈ സ്റ്റിച്ച് വരേണ്ടത്. ഈ ലൈൻ വന്നിട്ട് ആ ലൈനിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ഈ ലൈൻ പോകേണ്ടത്, ഡയഗണൽ ലൈൻ പോകേണ്ടത്. ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ മുകളിലത്തെ ലൈനിൽ തയ്ക്കുമ്പോൾ ഇത് രണ്ടാമതിങ്ങനെ കുത്തിയെടുക്കില്ലേ, ഇങ്ങനെ എടുക്കുമ്പോൾ ഈ ത്രെഡ് ഇതിൻ്റെ മുകളിൽ കൂടെ വേണം എടുക്കാനായിട്ട്. എന്നാലേ നമുക്ക് ആ ലൈൻ മുകളിൽ കൂടി ഇതുപോലെ വരുള്ളൂ. താഴെ തയ്ക്കുമ്പം ആദ്യത്തെ കുത്തുമ്പം ഇതുപോലെ മുകളിൽ കൂടെ തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് അടുത്ത ലൈൻ കുത്തില്ലേ, ഈ ലൈൻ തയ്ക്കാൻ, അതിനെ കുത്തുമ്പം നമ്മൾ ഈ ത്രെഡ് എപ്പോഴും അടിയിൽ കൂടെ പോകണം. ചുവടുവിലെത്തുമ്പം ഇതുപോലെ താഴേക്ക് താത്തുക. ഇതാണ് ഷെവറോൺ സ്റ്റിച്ച്. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹെറിംഗ് ബോൺ സ്റ്റിച്ചാണ്. ഈ 2 ലൈനിലായിട്ടാണ് നമ്മളതിൻ്റെ സ്റ്റിച്ച് ചെയ്യുന്നത്. ഹെറിംഗ് ബോൺ സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഷാഡോ വർക്കിന് ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തിട്ട് ഷാഡോ വർക്കിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റിച്ചാണ്. നമുക്കത് എങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. മുകളിലത്തെ ലൈനിൽ ഇതുപോലെ നീഡിൽ കുത്തി മുകളിലേക്ക് എടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് നീക്കി ഇതുപോലെ കുറച്ച് ത്രെഡ്, ഒരുപാട് വേണ്ട, കുറച്ച് ത്രെഡ് ഇതുപോലെ കുത്തിയെടുക്കുക. നമുക്കിനി ഇങ്ങനെ ഇതിനെ ക്രോസ് ചെയ്തുകൊണ്ട് അങ്ങോട്ടാണ് പോകേണ്ടത്. ഇവിടെയും ബാക്കിലേക്ക് ഇതുപോലെ കുറച്ച് ത്രെഡ് ക്ലോത്ത് ഇങ്ങനെ കുത്തിയെടുക്കുക ഇങ്ങോട്ട്. ഇങ്ങനെയാണ് തയ്ച്ച് പോകുന്നത്. ഇതിനൊരുപാട് വേരിയേഷൻ സ്റ്റിച്ചുകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ ഞാനതൊക്കെ കാണിച്ചു തരാം. ഈ ഹെറിംഗ് ബോൺ അകത്തിയാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അകത്തി ചെയ്തിട്ട് ഇതിങ്ങനെ ഇതിൽ കുറച്ച് ഡെക്കറേറ്റീവ് വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് ബോർഡർ സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കാം. അടുപ്പിച്ചടുപ്പിച്ച് ചെയ്യുമ്പോൾ അത് ഫില്ലിംഗ് സ്റ്റിച്ചാവും. ലീഫ് ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഷാഡോ വർക്കിനും ഇത് അടുപ്പിച്ചടുപ്പിച്ചാണ് ഉപയോഗിക്കുന്നത്.
ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ കുത്തി കുത്തി എടുത്താൽ മതി. അപ്പം നമ്മളിതിനെ ഈ ലൈനിൽ ക്രോസ് ചെയ്താണ് ഇത് വരുന്നത്. തുമ്പ് മാത്രം, ഏറ്റം മാത്രമേ ക്രോസ് ആവുന്നുള്ളൂ. ഇനി നമുക്കിതെങ്ങനെയാണ് അടുപ്പിച്ചടുപ്പിച്ച് ചെയ്തെടുക്കുന്നതെന്നും കൂടെ നോക്കാം. നമ്മൾ ഈ ഡയഗണലായിട്ട് കൊടുക്കുന്ന ലൈൻ കുറച്ചുകൂടെ നീക്കി കൊടുത്താൽ മതി. ഇതുപോലെ ഉണ്ടോ? അതായത് നമ്മളിങ്ങനെ ബാക്കിലേക്ക് കുത്തുമ്പം അതിന് തൊട്ട് മുമ്പിലത്തെ സ്റ്റിച്ചിൻ്റെ തൊട്ട് ചേർന്ന് വേണം കുത്തിയെടുക്കാൻ. അവിടെ അധികം ഗ്യാപ്പ് വരരുത്. അപ്പം നമുക്കിങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് റിംബോൺ ചെയ്തെടുക്കാൻ പറ്റും. ഫില്ലിങ്ങിന് വളരെ നല്ലതാണത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുന്നില്ല. സെയിം സ്റ്റിച്ചാണ്, നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫില്ലിംഗ് ആയി വരും. ഇതൊരു ബോർഡർ സ്റ്റിച്ചായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് നമ്മളിവിടെ തയ്ക്കാൻ പോകുന്നത് ഫിഷ് ബോൺ സ്റ്റിച്ചാണ്. അതും ഒരു ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് ഉപയോഗിക്കുക. അതായത് ലീഫൊക്കെ ഫില്ല് ചെയ്യാൻ നല്ലതാണ്. ഞാൻ അതിനോട് 2 ലൈൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നടുക്കൂടെ ഒരു ചെറിയ ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, തയ്ക്കുന്നൊന്നുകൂടെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് നടുക്കൂടെ ഒരു ലൈൻ ഇട്ടേക്കുന്നത്. അത് തയ്ച്ചു തുടങ്ങാം. മുകളിലത്തെ ലൈനിൽ ഞാനിങ്ങനെ കുത്തിയെടുത്താൽ നടുക്കത്തെ ലൈനിൽ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട്, നമുക്ക് എന്തേരെയാണോ വളയേണ്ടത് അത് കുറച്ചിങ്ങനെ നീക്കിയിട്ട്, ലൈനിൽ കൃത്യം ലൈനിലല്ല, ലൈനിൽ നിന്ന് കുറച്ചുകൂടി ഇങ്ങോട്ട് നീക്കി ഇതുപോലെ കുത്തി, എന്നിട്ട് താഴത്തെ ലൈനിൽ ഇതുപോലെ നേരത്തെ കുത്തിയതിന് നേരെ താഴെയായിട്ട് ഇതുപോലെ കുത്തിയെടുക്കുക. ഇത് നമ്മൾ സെൻറ്ററിലേക്കാണ് കുത്തേണ്ടത്. സെൻറ്ററിൽ കുത്തുമ്പം നേരത്തെ ചെയ്ത പോലെ കുറച്ചിങ്ങോട്ട് നീക്കിയിട്ട്, ലൈനിൽ നിന്ന് കുറച്ച് ഇങ്ങനെ നീക്കി കുത്തുക. അടുത്തത് ഇവിടെ തൊട്ടടുത്ത് കുത്തുകയാണ്. ഇതിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീക്കി, കുറച്ച് താഴേക്ക് നീങ്ങാം. ഈ കുത്തിയതിൻ്റെ കുറച്ച് താഴെ സെൻറ്ററിലെ ലൈനിൽ നിന്നും കുറച്ച് നീക്കിയിട്ട്, അതായത് ഈ സെൻറ്ററിലെ ലൈനിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് നമ്മൾ കുത്തുന്നത്. ഇങ്ങനെ എടുത്തു. കണ്ടോ, ഇങ്ങനെ വരും. ഇങ്ങനെയാണ് അതിൻ്റെ സ്റ്റിച്ച് പോകുന്നത്. ഈ നടുവിൽ ചെറിയൊരു ക്രോസിങ് അവിടെ വരും. നമ്മൾ തയ്ച്ച് തീരുമ്പോൾ ഇതിൽ ഇങ്ങനെയൊരു പാർട്ടീഷൻ പോലെ വരികയും ചെയ്യും. ഇനി നമുക്ക് ഈ ഫിഷ് ബോൺ സ്റ്റിച്ച് ഒരു ലീഫ് അല്ലെങ്കിൽ ഒരു പെറ്റലിൽ തയ്ക്കുമ്പം എങ്ങനെ തയ്ച്ചെടുക്കാമെന്ന് നോക്കാം. അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാം. ഇപ്പോൾ ഇതൊരു ലീഫിൻ്റെ ഏറ്റവും അറ്റം തുമ്പാണെങ്കിൽ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുക. അവിടുന്ന് ഇതുപോലെ താഴേക്ക് കുറച്ച് താഴേക്ക് താത്തിയിട്ട് ഇങ്ങനെ കുത്തുക, ആദ്യത്തെ ലൈൻ. എന്നിട്ടിനി ഈ ലൈനിൻ്റെ തൊട്ട് താഴെ ഈ ഷേപ്പിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ താഴെയോ മുകളിലോ എവിടെ വേണേൽ കുത്തിയെടുക്കാം. ഇപ്പം മുകളിൽ കുത്തുകയാണ്. ഇങ്ങനെ കുത്തി, എന്നിട്ടിനി നേരത്തെ പറഞ്ഞതുപോലെ ഈ ലൈനിൻ്റെ തൊട്ടിങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ടെടുക്കുക. ഇനി ഇതിങ്ങോട്ട് പോകണം. കുറച്ച് ഈ കുത്തിയേക്കുന്നതിന് കുറച്ച് താഴെ കുറച്ച് അങ്ങോട്ട് നീക്കി, നമുക്ക് ആ ലീഫിൻ്റെ ഷേപ്പ് അനുസരിച്ച് ഇതുപോലെ കുത്തി കുത്തി എടുത്താൽ മതി. ഈ സെൻറ്ററിൽ ഇപ്പോൾ കണ്ടു പാർട്ടീഷൻ പോലെ വരികയും ചെയ്യും. അവിടെ ഒരു ചെറിയ ക്രോസ് പോലെയും വരുന്നുണ്ട്. ഇതാണ് ഫിഷ് ബോൺ സ്റ്റിച്ച്. നമ്മുടെ ലീഫ് റെഡിയാണ്. ഇത് കുറച്ച് ഷെയ്ഡുള്ള ത്രെഡൊക്കെ ഇട്ട് തയ്ച്ചാൽ നല്ലതായിരിക്കും. ഇങ്ങനെ ഒരു ചെറിയ ഇതിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുത്തി നേരത്തെ ലീഫ് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെറിയ ഇതളാണേലും ചെറിയ ലീഫോ വലിയ ലീഫോ ആണെങ്കിലും ഇങ്ങനെ നമുക്ക് ചെയ്തങ്ങ് എടുത്താൽ മതി. വേഗം നമുക്ക് ഫില്ലായി കിട്ടും.
ലീഫിൻ്റെ സൈഡ് നമുക്കിങ്ങനെ ഷേപ്പായിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ ചെരിഞ്ഞ് ഷേപ്പില്ലേ, അങ്ങനെ വരുന്ന ലീഫാണെങ്കിലും നമ്മളതനുസരിച്ച് ചെയ്താൽ മതി. സൈഡിൽ എങ്ങനെയാണോ ലീഫിൻ്റെ ഷേപ്പ് വരുന്നത് അതനുസരിച്ച് അങ്ങ് കുത്തിപ്പോയാൽ മതി. ചെറിയ ലീഫ് ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കിയ 4 സ്റ്റിച്ചുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ക്രോസ് സ്റ്റിച്ച്, ഷെവറോൺ സ്റ്റിച്ച്, ഹെറിംഗ് ബോൺ സ്റ്റിച്ച്, അതുപോലെ ഫിഷ് ബോൺ സ്റ്റിച്ച്. ഓരോന്നിൻ്റെയും വ്യത്യാസമൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനി ഇതുപോലെയുള്ള ഈ സ്റ്റിച്ചുകളൊക്കെ നമുക്ക് എങ്ങനെ ഒരു ഡിസൈനിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നമുക്ക് തുടർന്ന് ഉള്ള വീഡിയോയിലൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്